ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി എസ് സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല കിഡിലൻ രുചിയിലുള്ള ഒരു അയല പൊരിച്ചതാണ്. പല രീതിയിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 2 അയില തലഭാഗമൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ വര വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിയായ രീതിയിൽ മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ 2 അയിലയും നമ്മളിവിടെ വരവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊരിക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പില, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ മസാല നമുക്ക് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മസാല നന്നായിട്ട് ഫിഷിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെക്കാം. മീൻ പൊരിക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. പാന് നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വശം ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 8 മിനിറ്റോളം ഫ്രൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മസാലകളൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഫ്രൈയിൽ നിന്നും നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.